ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു കിഡിലൻ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് ഫസ്റ്റായിട്ട് മുളക് പൊടി ഇടണം, പിന്നെ മല്ലിപ്പൊടി ഇടണം, പിന്നെ നല്ല കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കുരുമുളക് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. നല്ല കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചതച്ചെടുത്ത പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങ് പുരട്ടി എടുക്കണം കേട്ടോ. നല്ലപോലെ എന്ന് വെച്ചാൽ വെള്ളമാക്കാതെ നല്ല കുഴമ്പ് പരുവത്തിൽ പുരട്ടി എടുക്കണം. കാരണം ഇതിപ്പോൾ ഇത്ര എന്തിനാ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോണ മീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റുചെമ്പലയാണ് കേട്ടോ. നമ്മൾ വലയിട്ട് പിടിച്ച നമ്മുടെ ആറ്റുചെമ്പല. അപ്പോൾ ഇനി അതിനകത്തോട്ട് നല്ലപോലെ, അപ്പോൾ ഇച്ചിരി കൂടുതൽ മസാല എടുത്ത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇത് അത്യാവശ്യം വലിയ മീനായിരുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് നല്ലപോലെ അങ്ങ് പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും അകത്തും ഇടയ്ക്കും ഒക്കെ. അപ്പോൾ ഇതിന് 2 മീൻ മുട്ടയും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെറിയ 2 മീൻ മുട്ടയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ മസാലയൊക്കെ പുരട്ടി നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ പാനിലോട്ട് വെച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പൊള്ളിക്കുന്നതിന് മുമ്പേ ആദ്യമേ ഒന്ന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ, ഒന്ന് പൊള്ളിച്ചെടുക്കാനായതുകൊണ്ട് തന്നെ അകവും പുറവും ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ബാക്കി വന്ന മസാലയൊക്കെ കൂടെ ഞാൻ അതിൻ്റെ മുകളിലോട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ വറുത്തെടുക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇനി നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. നമ്മൾ അടുത്ത പാൻ വെക്കുക, പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയിനകത്തോട്ട് ഇനി എന്താ സവോള ഇടണം, തക്കാളി ഇടണം. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് വാടി വരുന്ന ടൈമിലോട്ട് നമ്മൾ ബാലൻസ് വെച്ച കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുഴമ്പ് പരുവത്തിൽ നല്ലപോലെ ഒന്ന് വാടി വരണം കേട്ടോ. ഇത് കടിക്കാൻ കിട്ടുന്നതിനേക്കാളും കുറച്ചൊന്ന് അലിഞ്ഞ് കിട്ടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് അങ്ങനെ നൈസായിട്ട് അങ്ങ് ഇളക്കി എടുക്കുക. അപ്പോൾ ഇനി നമ്മളിത് ഒത്തിരി വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ വാരി വിതറിയതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി നിർത്തിയേക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇല വാട്ടിയെടുക്കണം. ഇല വാട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു മിക്സ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ ഇട്ടുണ്ടാക്കി ആ ഒരു മിക്സ് തേച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ മീൻകൂട്ടനെ എടുത്ത് അങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം അതിന് ആ ഫ്രൈ ചെയ്ത മസാലയൊക്കെ കൂടെ കുറച്ച് അങ്ങോട്ട് അതിൻ്റെ പുറത്തോട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം ആ ഒരു എണ്ണയൊക്കെ കൂടെ ആ വീതറി അങ്ങനത്തെ മുകളിലോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ബാലൻസ് ഇരിക്കുന്ന മസാല എല്ലാം കൂടെ അതിൻ്റെ പുറത്തോട്ട് ആ കൂട്ടെല്ലാം കൂടെ വെക്കുക. ഇനി നമ്മൾ നല്ല നീറ്റായിട്ട് പൊതിഞ്ഞെടുക്കുക. അതാണ് ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് വേണ്ടത്. കാരണം ഇത് നന്നായിട്ട് കെട്ടി പൊതിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇത് വേവിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സെയിം പാനിലോട്ട് തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിലോട്ട് തന്നെ ഇട്ട് പൊള്ളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് പൊള്ളിച്ചതിന് ശേഷം നമ്മൾ അപ്പുറത്തൂടെ മറിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നല്ല ചൂടായിരുന്നു. ഇത് കത്രിക കൊണ്ടൊക്കെ കട്ട് ചെയ്താണ് കേട്ടോ അതിൻ്റെ ചരടൊക്കെ മാറ്റിയത്. അപ്പോൾ നല്ലപോലെ കൈയൊക്കെ പൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നിന്ന് നല്ല പുകയും വരുന്നുണ്ട്, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്. ഒരു സൈഡ് അങ്ങ് മറിച്ച് കൊടുത്തേ ഉള്ളൂ. നല്ല സ്മെല്ല് മൂക്കിലോട്ട് അടിച്ച് കയറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ, മടിക്കാണ്ട് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇത് കുത്തി എടുത്തിട്ടാണ്, നല്ല സ്പോഞ്ചാണ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ടാറ്റാ.